Hello, assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്ളോഗ് എന്ന് പറയാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, October 21. വളരെ ലേറ്റായിപ്പോയി വീഡിയോ ഇടാനെന്നറിയാം. എന്നാലും ഞാൻ ആ വീഡിയോസൊക്കെ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം October 21 എന്തായാലും വയസ്സ് പറയടാ, 40 വയസ്സായി. അപ്പം അതിൻ്റെ ചെറിയൊരു പാർട്ടി എന്നൊന്നും പറയാനില്ല, ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. എന്നാലും വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാകുമ്പോൾ ജസ്റ്റ് എന്തായാലും ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവും, ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. പിന്നെ എന്തായാലും നാട്ടിലിപ്പം ബ്രദേഴ്സും എല്ലാവരും നാട്ടിലുണ്ട്. അപ്പം അവരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രി കുറച്ച് ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു. കേക്ക് ഉണ്ടാക്കി, സ്ട്രോബെറി ഫ്ലേവേർഡ് കേക്കാണ് കേട്ടോ, ഉമ്മ ഉണ്ടാക്കിയതാണ്. ഉമ്മയും എൻ്റെ മോളും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടൊന്നുമില്ല, കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെത്. അപ്പോൾ ഈ കൊല്ലത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സർപ്രൈസ് ഉണ്ട്. പ്ലസ് ടുവിനുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് അപ്പം 20 കൊല്ലത്തിന് ശേഷം വീണ്ടും ഇതാ നമ്മളൊന്നിച്ച്. അപ്പം എല്ലാവരുടെയും നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കിട്ടി. കേക്ക്, ഡ്രസ്സ്. അപ്പോൾ ചുരിദാറൊന്നും ഞാൻ തുന്നിയിട്ടില്ല കേട്ടോ. അത് തുന്നിയിട്ടൊരു ദിവസം ഞാൻ വ്ളോഗിൽ വേറെ തന്നെ വരാം. പിന്നെ അന്ന് കൊഞ്ചം ബിരിയാണി, അതുപോലെ ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. കേക്ക് പുഡിംഗ് ഉണ്ടായിരുന്നു. ബനോഫെ പൈയാണ് ഉണ്ടാക്കിയത്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ലേ, അത് തന്നെ. പിന്നെ ചിക്കൻ, പിന്നെ ബീഫ് ബിരിയാണിയും കൊഞ്ചം ബിരിയാണിയും ഒക്കെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ച അതേ റെസിപ്പീസ് തന്നെയാണ്. ഇതൊക്കെ കുറേ ദിവസത്തിൻ്റെ ആ ഒരു വീഡിയോസാണ് കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ വന്നത്. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് മുട്ട ബജിയും. അതുപോലെ മുളക് ബജിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ കാണിച്ചത്. മുട്ട ബജിയും അറിയാത്ത ആൾക്കാരൊന്നുമില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ മെത്തേഡിൽ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതാ, ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ഇതുപോലെ നേർമയായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് വിടർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി എല്ലാത്തിലും അങ്ങ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട്, ഇത്ര വേണം ഉപ്പ്. നന്നായി ഒന്നങ്ങ് കൈ കൊണ്ട് തന്നെ ആ ഉപ്പ് ഈ ഉള്ളിയിൽ പിടിക്കാനായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദയും കടലമാവും ഇട്ട് നല്ലൊരു ബാറ്റർ ആക്കണം. അപ്പം മുട്ട ഇതാ വേവിച്ച്
വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലിന് വേവിച്ചെടുത്തതാണ്. ഇനി ഇത് തോല് കളഞ്ഞിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എഴുതാൻ തരാം, ഒരു മിനിറ്റ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. യൂട്യൂബിൽ ഇരിക്കാൻ നേരത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം മുട്ട ഞാൻ 4 ആക്കാൻ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 ആക്കാം. ഞാനിപ്പം 4 ആയിട്ട് കട്ട് ചെയ്യാനല്ല, 4 ആയിട്ട് കട്ട് ചെയ്യട്ടെ. 4 ആകുമ്പോൾ നന്ന ചെറുതായ 4 ആയിട്ട് കട്ട് ചെയ്താൽ നന്ന ചെറുതാണെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്യാം, നോ പ്രോബ്ലം. എന്താ പറയാ, ചൂടൊന്നും തണിയട്ടെ. അതന്നെ, അങ്ങനെ. ഈ ഉള്ളിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് മൈദ, ബാറ്ററിന് കണക്കായിട്ടുള്ള മൈദ. അപ്പം എത്രയാന്നുള്ള അളവ് അതൊന്നും പറയാനില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതിപ്പം കാശ്മീരിയും സാധായും മിക്സ് ആക്കിയിട്ട്, അപ്പം ആവശ്യത്തിനുള്ള എരിവുണ്ടാവും, നോക്കിയിട്ട് നമ്മൾ ചേർത്തെടുക്കാൻ. ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ബാറ്റർ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം. ആദ്യം ഇതൊന്ന് എന്താ പറയുക, ഉള്ളിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം ആവശ്യത്തിനുള്ള ആ ഉള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ എല്ലാം കുഴഞ്ഞ് വന്നോളും. പോരാത്ത മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ, കൈ കൊണ്ട് തന്നെ ഞവണ്ടി കുഴക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടാവൂല. ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്പൂൺ കൊണ്ട് യൂസ് ചെയ്തോ. ഇങ്ങനെ കുഴക്കുന്നതായിരിക്കും എല്ലാത്തിലും അങ്ങ് പിടിച്ച് വരാൻ. ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാവണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിപ്പോൾ കുഴച്ച് വച്ചിട്ടുണ്ട്, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. കുറച്ച് ഉപ്പ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട് പഠിച്ചോനെ. അപ്പോൾ ഇതിപ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇലകളും, അതായത് കരിയാപ്പില, മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിപ്പോൾ ഇടുന്നത്. പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ, നോ പ്രോബ്ലം. പിന്നെന്താ വേണ്ടത്, കുറച്ച് ലീവ്സ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കരിയാപ്പിലയും പുതിനയിലയും അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി മൈദ വേണം. കുറച്ചും കൂടെ ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊതുക്. പിന്നെ നമ്മളെ ബാറ്റർ റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓരോ മുട്ട ഇട്ടിങ്ങനെ, അപ്പോൾ മുട്ട ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുട്ടൻ്റെ വെള്ളം പുറത്ത് കാണാത്ത വിധത്തിൽ ഒന്നങ്ങ് കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിലിപ്പം കടായിൽ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മുട്ട 4 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ആ വലിപ്പത്തിലുള്ളതാണ് കാണാൻ ഭംഗി. കഴിക്കാനും കുറച്ചധികം എന്തായാലും ഓരോരുത്തർക്ക് കിട്ടും. അപ്പോൾ മുട്ട 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ഓരോ മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അത് നന്നായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ വെള്ളം ഒരിക്കലും ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കുമ്പം വേവിച്ച മുട്ട പ്രത്യേകിച്ച് പുറത്ത് കാണാത്ത വിധത്തിൽ, എണ്ണയിലേക്ക് കാണുന്ന വിധത്തിൽ വെച്ചു കൊടുക്കരുത്. കാരണം അത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ 2-3 അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മുട്ടയുടെ വെള്ളം എന്താ പറയുക, ആ മാവിൽ നന്നായി അങ്ങ് കോട്ട് ചെയ്ത്, മാവ് കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഓരോ തവണയും നമ്മളിങ്ങനെ ഈ മാവ് കയ്യിലെടുക്കുമ്പം ജസ്റ്റ് ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ മാവ് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ആ മുട്ടയിലേക്ക് ഈ മാവ് എന്താ പറയുക കോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അതങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. പിന്നെ ഞാനിത് ഈവനിങ്ങിൽ വെറുതെ ഉണ്ടാക്കിയപ്പം ജസ്റ്റ് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സ്നാക്സ് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ എണ്ണ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ആറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറായി വരുമ്പം നന്നായിട്ട് പൊരിഞ്ഞ് വന്നു എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയാണ്. അധികം വെച്ച് കഴിഞ്ഞാൽ പൊട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ കൂട്ടിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു സെറ്റ് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളതും അങ്ങനെ പൊരിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മാവിൽ തന്നെ ഉള്ളിയൊന്നും ഇല്ലാണ്ട് കുറച്ച് കടലമാവും മൈദയും ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്തൊരു ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതേപോലെ ബാറ്റർ ആക്കിയിട്ട് 2-3 ബജി മുളകുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട പൊരിച്ചിട്ട് അതിൻ്റെ ശേഷം പിന്നെ ബജിമുളകും കൂടെ അങ്ങ് പൊരിച്ചെടുത്തു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജിയും ബജി മുളകും മുളക് ബജിയും റെഡി ആയിട്ടുണ്ട്. മുട്ട ബജിയൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ. കാരണം ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. അതായത് വെള്ളം നമ്മൾ ബാറ്റർ ആക്കുമ്പം ലൂസായിട്ടുള്ള ബാറ്റർ ആക്കാണ്ട് ഒരു എന്താ പറയുക എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന കടലമാവും മൈദയും ഉണ്ടല്ലോ, അതൊരു ബൈൻഡിങ്ങിന്, അതായത് ഒരു കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. ഉള്ളി കുറച്ച് കൂട്ടിയിട്ട് അതിൻ്റെ കുറഞ്ഞിട്ട് മൈദയും കടലമാവും എടുക്കുക, വെള്ളം അതിലും കുറച്ചിട്ടെടുക്കുക, എല്ലാം കൂടെ മിക്സ് ആക്കുമ്പം നമുക്കൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. അതിന് കണക്കായിട്ടുള്ളതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് തന്നെ കിട്ടും.